പിള്ളേരെ തീർന്നാലും പ്രശ്നം, കൊണ്ടേലും പ്രശ്നം. എന്നാ പറ്റി നേരത്തെ എണീക്കാൻ? ഞാൻ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞോണ്ടാണോ ഇത് പറഞ്ഞ വർക്കെല്ലാം തീർത്തുന്ന? ആ കോഴിക്കുഞ്ഞിനെന്തേ കൊണ്ട് കളഞ്ഞോ? ഞാൻ നോക്കിയില്ല, പേടിയാ. ചത്ത പോയത് കൊണ്ട് പേടിയാ. പ്രേതം വല്ലതും വന്നാലോ കോഴിക്കുഞ്ഞിൻ്റെ? അതെൻ്റെ എടുത്തോ, കുറച്ചെടുത്തോ, എടുത്തോടി, എടുക്ക്. വേണ്ടെങ്കിൽ വേണ്ട. കുറച്ചെടുത്ത് നിർബന്ധിക്കണോ? വേണ്ടേ, ചുമ്മാ അങ്ങ് വലിയ ഷോ ഇറക്കുന്നതാ. യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഒരുക്കം എല്ലാം കഴിഞ്ഞ് യൂണിഫോമും ഇട്ട് എല്ലാം പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് കഴിക്കാനിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് പറ. ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കണം ഉണ്ടാക്കിയല്ലോ എന്ന്. കറിക്ക് നല്ല ചൂടുണ്ട്. കറിക്ക് ചൂടുണ്ട്, അത് ഞാൻ തിളപ്പിച്ചല്ലേ. അപ്പം ഷാമ്പു പറഞ്ഞ കിഴങ്ങേറി വേണമെന്ന്. അപ്പത്തിന് തന്നെ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ കിഴങ്ങേറിയെന്ന്. അപ്പോൾ പിന്നെ കിഴങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. മുള്ളു നോക്കിയെടുത്ത് തിന്നോണം. പോരെ, മതി. മാങ്ങ വെച്ചാ കടി മീനും നാരങ്ങയും കോമ്പിനേഷൻ അല്ല, വിഷമാണ്. മീനും നാരങ്ങയും തമ്മിൽ വിഷമാണെന്ന് അറിയാമോ? വിരുദ്ധമായ ഭക്ഷണം അത്. മീൻ ചാറ് വേണോ? ഒഴിച്ചു കൊള്ളുന്നില്ലേ ഇതുപാടി ഇത് തന്നെ അവള് കഴിക്കുന്ന വലിയ കാര്യത്തിലൂടെ. തൊട്ടിക്ക് ഇഷ്ടമല്ല, മറ്റേ ഇഷ്ടം. അത് തൊട്ടിക്ക് ചോറ് കൊടുത്തിട്ടുണ്ടെന്നില്ല, അട കൊടുത്തില്ല. ചോറ് കൊടുത്തിട്ടില്ലെങ്കിൽ അവരോട് പോകണം. ഇരിക്കുന്നുണ്ടല്ലോ. ശംഭുവിനൊന്നും ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ശംഭു എണീറ്റില്ല. അത് ഉറങ്ങിക്കോട്ടെ. ബുഷ് എടുത്തിട്ടുണ്ടോ തലയിടാന്? എടുക്കണോ? പിന്നെ 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 വരുന്നു. മുടി പടത്തിയിട്ടുണ്ട് സ്കൂളിൽ പോകുന്നത് പോലെ ഒരു ദേഷ്യം. എൻ്റെ ആവശ്യമില്ല. അങ്ങനെ മുടി പടത്തിയിട്ടുണ്ടേ സ്കൂളിൽ പോകണ്ട. ഇപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ എന്നൊക്കെ ഇതിനെത്ര മേടിച്ചേ കൈയിടാൻ. സ്പീഡിൽ പൊക്കോ ഇച്ചിരി, ഓടണ്ട. ഇല്ല, അതിൽ കൂടെ ഒക്കെ പോകുന്ന സൂക്ഷിച്ച് വേണം. മറ്റേ ദൈവമേ, എൻ്റെ അപ്പം കരിഞ്ഞു കാണും. അല്ല, ഞാനൊരു കാര്യം വെച്ചിട്ടെ, ഈ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഈ ചേമ്പലയും അതൊക്കെ പറിക്കുന്നേ. ഈ ടീഷർട്ട് നല്ലതല്ലേ? അല്ല, ഈ ക്യാമറ ഓൺ ആയിരിക്കുമായിരുന്നു കേട്ടോ കുറേ നേരമായിട്ട്. ഞാനെങ്ങാനും ഒന്നായിരിക്കണം. മന്ദബുദ്ധി ഒക്കെ വെളിവില്ല എന്നൊക്കെ പറഞ്ഞാന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അപ്പം തരാമെന്നാണ് പറയണ്ടത് തിരിച്ച്. പല്ല് തേച്ചോ? കുളിച്ചോ? തേക്കാന്നേ, തേച്ചിട്ട് തരാന്നേ. അപ്പനെ തരുന്നില്ല. ഇപ്പോഴോ പല്ലൊക്കെ തേച്ച് തരാം.
അപ്പം തരുന്നില്ല അപ്പേ പല്ലൊക്കെ തേച്ചിട്ട് തരാം. ഇത് ഷാമ്പൂയിൽ പോയില്ല. ഇവിടെ കണ്ടോ സ്ഥിരം ഐറ്റം തന്നെ. ഇപ്പോൾ ഷോർട്സൊക്കെയാണ് കേട്ടോ ഇരുന്ന് കാണുന്നത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയൻസ് ആയിരുന്നു, അത് കഴിഞ്ഞ് ഉപ്പുമുളകിലോട്ട് മാറി. ഞാൻ പറഞ്ഞു ഉപ്പുമുളക് ഇപ്പോൾ കാണണ്ട തൽക്കാലം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഷോർട്സിലോട്ട് മാറി. കണ്ടോ ഉപ്പുമുളകിൻ്റെ ഷോർട്സ്. ഓ കണ്ടോ അപ്പം മാറിയിരുന്ന് കണ്ടേ, ഇച്ചിരി മാറിയിരുന്നേ അല്ലെങ്കിൽ ഞാൻ നിർത്തും. ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ കണ്ണ് കാണിക്കാൻ വേണ്ടി ആശുപത്രി പോകണമെന്ന് വെച്ച് നില നടന്നില്ല. കാഞ്ഞിരപ്പള്ളി പോകണമെന്ന് വിചാരിച്ചാണെന്നില്ല. അപ്പോൾ മുണ്ടക്കയത്ത് തന്നെ മാസത്തിൽ 2-ാമത്തെയും 4-ാമത്തെയും വ്യാഴാഴ്ച എന്താ പറയുക ഡോക്ടർ ഉണ്ടാവും കണ്ണിൻ്റെ. അപ്പോൾ ഇന്ന് എന്തായാലും മുണ്ടക്കയത്ത് പോകാമെന്ന് വെച്ചു. 9 മണിയായി, എന്നാലും പോയി നോക്കാം. നേരത്തെ പോയി ചീട്ടെടുത്തിടണമെന്ന് വിചാരിച്ച ചേട്ടായുടെ അടുത്ത് പോയിട്ട്. ചേട്ടാ ഇത് പിടിച്ചേ, ഇത് പിടിച്ചേ. ഇവിടെ ആശുപത്രിയില് ഇനി പോയിട്ട് കാര്യം പോയിട്ട് അവിടെ ശ്രദ്ധിച്ചാൽ അവിടെ തന്നെ. അവിടെ പോയിരിക്കല്ല, ഇവിടെ ഓരോന്നൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ടോ കൊച്ചിൻ്റെ ലാപ്പൊക്കെ നോക്കുന്നതാണ്. ശാമ്പ എവിടെ പോയോ? എവിടെയാണ് പോയേ? എവിടെ പോയി നീ? നിന്നെ നോക്കിക്കോളാം. നീ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയേക്കില്ല കേട്ടോ, കടക്ക് പോവാം. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനിന്ന് TV നിർത്തും. സോളാറിൽ നിന്ന് നമ്മൾ ചെറിയൊരു ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാറ്ററിയുടെ ചാർജ് അറിയാൻ വേണ്ടി ഒരു സാധനം ഉപയോഗിച്ചു. ചുമ്മാ വേണം. ബാ ജയ വരുന്നോ നോക്കാം. സിംബ ബാ, സിംബ അങ്ങോട്ടൊന്നും പോകണ്ട. അങ്ങോട്ട് എന്തിനാ പോകുന്നത്? ചുമ്മാതോ? താറാവ് വരുവോ അങ്ങോട്ട്? ഇവിടെ വന്ന കൊത്തുവാ? ആദ്യം പൊക്കോ, പൊക്കോ, താറാവുണ്ട്, താറാവുണ്ട്. പൊക്കോ. താറാവ് കൊത്തട്ടെ. എനിക്കറിയാവോ? എനിക്കറിയാവോ? സിംബ അത് ഇപ്പുറത്ത് പോകുന്നു. അയ്യോ ഗേറ്റിന്റെ അപ്പുറത്ത്. അയ്യോ ഗേറ്റിന്റെ അപ്പുറത്ത് സിംബ ബാ, വണ്ടി വരുന്നു. ബാടി 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 ബാ ബാ സിംബ ബാ. എടി സാമ്പു ബാ, വണ്ടി വണ്ടി ബാ ബാ സിംബ ബാ ബാ. വണ്ടി വണ്ടി ചെറിയ ചേട്ടനാ. പിന്നെ പോ. കോഴിക്കുഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടോ നീ? കോഴിക്കുഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടോ മേളില്? ആ അവിടെ കിടന്നോട്ടെ. വാ നീ വാ, വരുന്നില്ലേ? വേണ്ട അത് മതി. ആ അവിടെ കെട്ടിയിട്ടേക്കുക.
കോഴിക്കപ്പോൾ കുറവാണ്. എന്തിനാണോ ഇത് കണ്ടല്ല, ഇല്ലാണ്ടൊക്കെ പോയി. പേരക്കുണ്ടോ? പരക്കയോ? പഴുത്തിട്ടില്ലേ? പഴുക്കണം. എന്താ അത് പേരക്കയാ, പച്ചയാ. ഉണ്ടോ? സപ്പോർട്ടാ സപ്പോർട്ടാ പോയി, പഴുത്തില്ല. ആണോ? ഇതോ എന്താ വെച്ചേ? കാട്ടുപള്ളിക്ക് പോയി നീ? ആ മുണ്ടക്കത്തില്ലായിരുന്നോ? ആനാ അല്ല, ഇന്ന് വ്യാഴാഴ്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നല്ലോ എന്നിട്ടെന്നാ പറഞ്ഞു? എല്ലാവർക്കും ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെയാണ്. 45,000 എൻ്റെ കിട്ടുന്നില്ലെന്ന് പറയുന്നത്. എല്ലാവർക്കും ഉണ്ടാകത്തില്ല. എൻ്റെ കണ്ണിനകത്ത് ക്ലീൻ ആക്കിയോ? കണ്ണിനകത്ത് മറ്റേ കൊഴുപ്പിൻ്റെ ഇങ്ങനെ കുരുക്കളുണ്ടല്ലോ. എപ്പോഴും കണ്ണെപ്പോഴും ഇങ്ങനെ അതിനകത്ത് നമ്മളിങ്ങനെ ഈ എണ്ണ കണ്ണിന് പോലെ എപ്പോഴും മൂടലാണ്. അതിൻ്റെയൊക്കെ അതിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞു. കണ്ണാടി വെക്കണം, പക്ഷേ എഴുതുമ്പോഴും വായിക്കാൻ ഫോൺ നോക്കുമ്പോഴും വായിക്കുമ്പോഴും പിന്നെ മിഷനൊക്കെ ഉള്ളൊരു സൂചിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ അല്ലാതെ വെക്കണ്ട. അങ്ങനെയുള്ളപ്പോൾ വെക്കാൻ പറഞ്ഞു. കണ്ണാടിക്ക് തന്നു. ഞാൻ അതേപോലെ കണ്ണാടി കൊടുക്കുകയും ചെയ്തു. കാശുണ്ടായിരുന്നു? കാശില്ല. അതിൻ്റെ വിളിച്ചോളം നീ തരുമെന്ന് പറഞ്ഞു. ഉള്ളപ്പം അടുത്ത മാസം വായ്പേട്ടാ വിളിച്ചേനെ. ഞാൻ പറഞ്ഞ മാസം പൈസ കിട്ടത്ത ചേട്ടായി കാണിയല്ല. അടുത്ത മാസം കാണത്തില്ല. അടുത്ത മാസം എൻ്റെ തരുമെന്ന്. ചേച്ചിക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് ഉണ്ടാക്കി തരുവാ? സ്കൂളിൽ വരും. അപ്പം ഈ സ്കൂളിൽ പോയില്ലല്ലോ. സ്കൂളിൽ പോകാത്തവർക്കൊന്നും അപ്പമില്ല. നിന്നോട് അവള് പറഞ്ഞിട്ട് വിടാത്താന്ന് തോന്നുന്നു. ക്ലാസ്സില്ല. എനിക്ക് ഉണ്ടാക്കി തരണേ. ഉണ്ടാക്കി തരാം. ഒരിടത്തും പോണ്ട, ഇവിടെ നിന്നാ മതി. അങ്ങനെ പിടിവാശി എടുത്താ കൊള്ളത്തില്ലെന്നാ ശാംഭവി. ശരി, വന്നു. അപ്പുറത്തെ ചേട്ടൻ തൂട്ടത്താ. അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ തൂത്താണോ? മരിയക്ക് എങ്ങനെ പോകാൻ നോക്കവിടെ. അത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പട്ടി കുര. എടി എനിക്ക് അറിയത്തില്ലടി, പട്ടി കുരയ്ക്കുന്നുണ്ട്. അവളാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇതെന്ത് കഷ്ടമാ ശംഭു. ചുമ്മാ ഒരു പന്ന സ്വഭാവമായിട്ട് വരല്ലേ. എന്താ
അങ്ങോട്ട് പോകണോ? ഞാനിപ്പോൾ ഇവിടെയല്ലോ അതിന്. എന്നാ പിള്ളേരെടുത്ത് പൊക്കെ പൊക്കെ. അതിനകത്ത് തീറ്റ കിടപ്പുണ്ട്. അതെടുക്കാൻ വേണ്ടിയാണ് ഇവന്മാരും ഇവളുമാരും ഇങ്ങനെ ചുറ്റിനങ്ങ് നടക്കുക കേട്ടോ. എന്തുവാ കൂട്ടിനകത്ത് വെറ്റവരുടെ തീറ്റ നിങ്ങൾക്കെന്നാ? എന്ത് വേടാ? അപ്പനെ തരാനോ? അപ്പൊക്കെ അവിടെ ഉണ്ട്. നോക്കട്ടെ. ചേച്ചി പെണ്ണ് വരാറായി. വന്നില്ല. വരാറായതുള്ളൂ. വന്നില്ല. കുറച്ച് ഉള്ളി കിടപ്പുണ്ടായിരുന്നു. അത് പോയി എടുക്കാന്ന് വെച്ചാൽ മൂർഖനെ കണ്ടുകൊണ്ടൊരു പേടിയുണ്ട്. അല്ല, മൂർഖൻ നമ്മുടെ വീടിൻ്റെ അവിടെയാണല്ലോ, പറമ്പിലല്ല. ഓ ഇല്ല, ആവശ്യമില്ല. താങ്കളുടെ ആവശ്യമുള്ളപ്പം താങ്കളെ അറിയിക്കാം. അപ്പോൾ താങ്കൾ വന്നേച്ചാൽ മതി. എന്നാ അവൾ വന്നില്ല. ശമ്പു സ്കൂളിൽ പോകുമ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ്. പിന്നെ അപ്പം കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങ് വന്നേ. അവിടെ പട്ടിയുണ്ട്, അറിയാലോ. ആ ബെസ്റ്റ്. പട്ടിയും കുറച്ച് അവളും കുറച്ച്. എന്നാ ഇല്ല, വാ പൊക്കോ. ഇല്ല, വടി എവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നോ? ആ, അത് കണ്ടാച്ചാ മതി. നിന്നെ അങ്ങോട്ട് വിടാന്ന് വെച്ചാൽ നീ എല്ലാ വീട്ടിലും കയറും, അവരെയൊക്കെ ശല്യപ്പെടുത്തും. എന്നാ വെച്ചത്, എന്നാ അവിടെ ഉണ്ടാക്കിയത്, എന്നാ കഴിച്ചേ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. ഒരു തവണ ചോദിച്ചാൽ എല്ലാവർക്കും സന്തോഷം. 2 തവണയല്ല, 3 അല്ല, 10 തവണയെങ്കിലും നീ ചുമ്മാ ഇരുന്ന് ചോദിച്ചോണ്ടിരിക്കും. അപ്പം നീ വീട്ടിലിരുന്നു. അല്ലാണ്ട് അവിടെ കിടന്ന് കാറിച്ച ബഹളം. പിന്നെ ഒടിയനോ? ഇതാണോ ഒടിയൻ? ഇതാന്ന് തോന്നുന്നു ഒടിയൻ. ഒടിയൻ ശംഭു. ഒടിയൻ ശംഭു. എടി ഞാൻ പാടി ഇട്ടു കേട്ടോ. അയ്യോ വേണ്ട. ഞാൻ ശരിക്കും എടുക്കും. ഞാൻ വടി. ആ അടി വേണോ? അപ്പം വേണോ? വാ വാ, നല്ല ചൂടപ്പം തരാം. എങ്ങോട്ടാ ചാടി കയറി പോകുന്നത്? എങ്ങോട്ടാ ചാടുന്നേ? താഴത്തെ പട്ടിക്കുഞ്ഞു ഉഴയ്ക്കുന്നു. ലവള് വരുന്നതാണോ എന്നറിയത്തില്ലോ. ഓക്കെ അമ്മേ. ആ അതെ, ശംഭു വന്നടി. വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, ആ ബാഗിന് തന്നെ വെയിറ്റ്. ഇന്നലെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു രക്ഷയില്ല. വൈകിട്ട് സ്കൂൾ ബസ് താഴെ വരെ അവിടെ കയറുന്ന സ്ഥലത്തല്ല നിർത്തുന്നത്, ഇച്ചിരി അപ്പുറത്താണ്. നമ്മുടെ അണ്ണൻ്റെ പഴക്കടയുടെ അവിടെ നിങ്ങോട്ട് നടക്കണം. ആ സ്റ്റാൻഡിൽ നടക്കുന്നതിനും ഭേദമാണ്.
എക്സാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എനിക്കറിയാം എൻ്റെ കൊച്ചിന് എളുപ്പമായിരുന്നെന്ന്. വന്നടി കൊച്ചേ. പിന്നെ എന്നാ പറ്റി? 3 പട്ടിയോ? അതിനെന്നാ? പിന്നെ 3 ഒരുമിച്ച് കണ്ടാ പിന്നെ വരാൻ 3 കണ്ടാലും പട്ടിയെ കണ്ട് ഓടാതിരുന്നാ മതി. മര്യാദയ്ക്ക് നടന്നു പോയാൽ ഒരു കുഴപ്പമില്ല. ആ പട്ടിയാണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. എന്നാ തുറച്ചു? അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം നിന്ന് ഒരു 10 മിനിറ്റ് നിന്ന് പിന്നെ ഞാൻ പതുക്കെ താഴോട്ട് ആ വളവിൻ്റെ അവിടെ വെച്ചായിരുന്നേ, അതിൻ്റെ അപ്പുറത്ത് തന്നെ. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ വേറൊരു പട്ടി അതിൻ്റെ മറ്റേ ഈ ഡോക്ടറിന്റെ പറമ്പിൽ കൂടെ. എടി കൊച്ചേ, അത് ഇവരുടെ കൂടത്ത് ഇവളുടെ കൂടത്തുള്ള പട്ടികളാത്. നീ എന്തിനാ പേടിക്കുന്നേ? പിന്നെ എന്നിട്ട് ഞാൻ ഇന്നലെ കണ്ടെന്തിനാ വല്ലതും ചെയ്തോ? അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആതിര ചേച്ചിയുടെ അച്ഛൻ വന്ന്. ആതിര ചേച്ചിയുടെ അച്ഛൻ വന്നില്ലായിരുന്നു, നീ എന്തോ ചെയ്തേനെ? അവിടെ നിൽക്കുമായിരുന്നോ? അല്ല, പിന്നെ ആ പട്ടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു പതുക്കെ. ഇന്നലെ നമ്മൾ കണ്ടപ്പോൾ നമ്മളെ വല്ലതും ചെയ്തോ? അതുങ്ങളിലെ കൂടെ അങ്ങനെ ശരിയാ നടക്കും. അത് ഞങ്ങളെ കണ്ട പട്ടി ഒന്നും ചെയ്തില്ലേ? നാരായണി മാത്രമേ ഉള്ളൂ. അതിനെ കല്ല് പിറക്കി എറിയാതിരിക്കുക, അതിനെ കാണുമ്പോൾ ഓടാതിരിക്കുക. എന്നിട്ട് എന്നൊക്കെ ചെയ്യുന്നറിയാം, അവിടെ നിന്നൊരു വടി എടുത്ത് ഞാൻ പതുക്കെ ഇങ്ങനെ പിടിച്ച് എന്നിട്ടൊരു വലിയ കല്ലെടുത്ത് ബാഗിനകത്ത് വെച്ച് പൊട്ടി സൈഡിൽ വെച്ചതേ ഉള്ളൂ. ഞാൻ അങ്ങനെ സൈഡിൽ വെച്ചാല് പട്ടിയെ കാണുമ്പോ കല്ലെറിയാൻ പാടില്ല. പോയിരുന്നു, നിനക്ക് കുഞ്ഞു പിള്ളേർക്കറിയാലോ. പട്ടി കണ്ടില്ല. അപ്പൊ അയ്യോ, പട്ടി കാണാതെയാണോ? ദൈവമേ, പട്ടി കണ്ണു പൊട്ടിയേക്കുമായിരുന്നു. പിന്നെ അതെന്തിനാന്നറിയോ? അതാണ് എന്റെ മറ്റേ ഇത് എന്നത് മുൻകൂർ ജാമ്യോ അല്ല സംഭവം എടുക്കത്തില്ലേ പൊന്നെ. മുൻകൂറായിട്ട് ഞാനുണ്ടല്ലോ എങ്ങാനും കടിക്കുവാണെങ്കിൽ അടിക്കാൻ വേണ്ടി വെച്ച, അല്ലാതെ എറിയാനൊന്നുമല്ല. എറിയെങ്കിൽ വട്ടാ. അതെനിക്കറിയത്തില്ല. അത് നിനക്ക് തൂക്കാൻ വേണ്ടി അപ്പം വെട്ടിയിട്ടേക്കുന്ന ചപ്പെല്ലാം കൂടെ. 3 പട്ടിയെ കണ്ടെന്ന് പറഞ്ഞ് 10 മിനിറ്റ് വെറുതെ പോയി. എൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇത് പാലില്ലേ? ഓ അമ്മോ, ഏത് മൂഡ്? കുക്കിംഗ് മൂഡ്. അപ്പോൾ അപ്പച്ചി അടുത്തത് വന്നു. എനിക്കിനി അടുത്തൊരു പരിപാടിയുണ്ട്, ഞാനത് കൂടെ പോയി ചെയ്തിട്ട് ഇപ്പം വരാം. ഞാൻ മറന്നു. ഞാൻ പിടിച്ച ഏതപ്പോൾ അടിക്കി പിടിച്ചത്? ഇത് മൊത്തം കിടക്കുന്ന നോക്ക്. ഇതെങ്ങനെ ഒന്ന് ഒപ്പിച്ചെടുത്താന്ന് അറിയാം. 5 അപ്പം ചുട്ടിട്ടാണ് 5ാമത്തെ ശരിയായി. കോഴിത്തീറ്റ കയറ്റി വരില്ല. അതെ, ഇതോടെ കൊണ്ടുപോകും. ഞാൻ വടിയൊക്കെ പിടിക്കും. തുണി പിരിക്കാനായിട്ട് ജയടുത്തോട്ട് പോയി. ഇനി അറിയത്തില്ല പൊടിയൊന്നും ഒന്നുമില്ല. നീ പോയി അന്വേഷിക്കേ.
അതെല്ലാം തപ്പി അവസാനം ഇവിടെ ഇരിക്കുന്ന ഞാൻ അടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നത് ശംഭു ഏയ് ജൂലി തിരക്കാൻ അല്ല മിറ്റം നിൽക്കുന്നത് ഭയങ്കര കട്ടുന്നു എന്നാ എന്നാ ആ ഡസ്പാൻ ആരോണ്ട് വെച്ചേ നീ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ഡസ്പാൻ അടുത്ത് അകത്ത് വെച്ചിട്ട് വെളിയിരിക്കുന്ന ഡസ്പാൻ കൊണ്ട് തിരിച്ചു വെക്കണം കേട്ടോ അവളെ ചെയ്തോട്ടെ തിരിച്ചു കൊണ്ട് വെച്ചാൽ തന്നെ ഉറപ്പം എന്തൊരു പ്രശ്നമുണ്ടോ അങ്ങോട്ട് പോയപ്പോ അവിടെ ആ തോട്ടത്തിൽ നിന്ന് വരുന്ന അടി നമ്മുടെ അടുത്ത് തോട്ടം അതാ പറഞ്ഞത് ഈ കയ്യാണെങ്കിൽ അപ്പുറം തോട്ടമല്ലേ അത് ഇവിടുന്ന് കാറ്റടിക്കുന്നു ഇങ്ങനെ മണമുണ്ട് പിന്നെ ആ വളവിന്റെ അവിടെ മണമുണ്ട് ഓരോ സമയം ഇങ്ങനെ ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കും അല്ല ഓരോ ആഴ്ച ഓരോരോ ഇപ്പം ഇവിടെ ക്ലീൻ ചെയ്തിട്ട് സംഭവമെല്ലാം അവിടെ വെച്ചു എല്ലാം ചേട്ടയാണ് ചെയ്തത് ഇവിടെ ഇങ്ങനെ കുറേ മാറ്റങ്ങൾ കുറച്ച് ദിവസം മുന്നേ വരുത്തി ഇനിയിപ്പം മാറ്റങ്ങൾ വരുത്താനെന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഓരോന്നും ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്തായാലും അവിടെ ഒന്ന് വൃത്തിയായി അവിടെയൊക്കെ ചുമ്മാ പ്ലാസ്റ്റിക്കോ അതും ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ കിടക്കുമായിരുന്നു അത് അവിടെ ഒന്ന് വൃത്തിയായി ഇനിയിപ്പോൾ ഓരോന്ന് കുറേശ്ശെ ചെയ്ത് ശരിയാക്കും സമയം എത്രയായി 9:38 നാരായണി അവിടെ ചുമ്മാ ഒന്ന് കിടക്കാൻ വേണ്ടി പോയതാണ് ഉറങ്ങി പിന്നെ ശാംഭവിയെ സംബന്ധിച്ച് ശാംഭവി ഉറങ്ങുകയില്ല അറിയാമല്ലോ കുറേ നിർബന്ധിച്ച് ഞാൻ പിന്നെ ടി വി വെക്കുവാണെങ്കിൽ വെക്കട്ടെ എന്ന് ഓർത്ത് സ്ഥലം മാറി ഇവിടെ അല്ല ചേട്ടാ കിടക്കുന്നത് അപ്പുറത്താ നാരായണിയേ പോയി അപ്പുറത്ത് കിടക്കൂ ശാംഭവി ടി വി നിർത്തിയിട്ട് പോയി കിടക്കൂ ചേട്ടാ ചേട്ടായുടെ കട്ടിലെ പോയി കിടക്കൂ എനിക്കും കിടന്നുറങ്ങണം എന്തോന്ന് കാണാൻ ഇങ്ങോട്ട് നോക്കിക്കേ നാളെ സ്കൂളിൽ പോകണ്ടേ സ്കൂളിൽ പോകണ്ടേ നാളെ അപ്പൊ കിടന്നുറങ്ങിക്കേ ആ അപ്പൊ ഗുഡ് നൈറ്റ് പോവാ കൊള്ളാം